ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഒരുപാട് പരീക്ഷകളുടെ കൺഫർമേഷൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബെക്കോയുടെയും കമ്പനി ബോർഡ് എൽജിഎസ് അതേപോലെ തന്നെ ഫയർമാൻ എന്നിവ തസ്തികകളുടെ മറ്റും ഈ പറയുന്ന കൺഫർമേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷകൾ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ അതിന് കൺഫർമേഷൻ എന്ത് ചെയ്യാൻ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് പേരിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഒരുപാട് പേര് ഈ പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന മൊബൈൽ SMS ഒക്കെ നോക്കിയെന്ന് വരില്ല, ജോലി തിരക്ക് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നോക്കിയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താണെന്നുള്ളതിനെ പറ്റിയ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് പോസ്റ്റുകൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് 423/2025 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്, അതായത് ഈ പറയുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന തസ്തികയിലേക്ക് 473/2025 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ കൺഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് 11/5/2026 മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ മാസമാണ്, അതായത് മെയ് മാസം 11-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ കൺഫർമേഷൻസ് എല്ലാം തന്നെ നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇനി അവിടെ മാറ്റി വെക്കരുത്. ഓക്കെ, ഈ മാറ്റി വെക്കരുത്. അതേപോലെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റോർമാൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 618/2025 ഉണ്ട്. അതിപ്പോൾ എല്ലാവരും അയച്ചൊന്നും വരില്ല. അടുത്തത് 619/2025 ആണ് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഓക്കെ, അത് ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഓക്കെ, ഒരുപാട് പേര് പരീക്ഷയാണ്. അതേപോലെ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് അപേക്ഷകർ കുറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷയും കൂടിയാണ് ഈ പറയുന്ന ബെക്കോ LD എന്ന് പറയുന്നത്, അല്ലെ? ബെക്കോ LD എന്ന് പറയുന്നത് ഒരുപാട് പേര് എഴുതാൻ ഈ വട്ടം കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 619/2025 ആണ്. നിങ്ങളുടെ മൊബൈലുകളിൽ മറ്റുമായിട്ട് ഈ പറയുന്ന SMS മറ്റു കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/5/2026 ആണ് എന്നുള്ളതാണ്. ഇനി നോക്കേണ്ടത് ഈ പറയുന്ന നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ 551/2025 ട്രെയിനി ഫയർ റെസ്ക്യൂ സർവീസിലേക്ക് 4/7/2026 ആണ്. അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2026. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CPOയുടെയും WCPOയുടെയൊക്കെ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂൺ 20-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? ജൂൺ 20-ാം തീയതിയാണ് അതിന്റെ ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഈ പറയുന്ന രീതിയിൽ അടുത്ത മാസം നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഡേറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ WCPയുടെയും CPയുടെ എക്സാമിനേഷൻ വന്നു, നമ്മുടെ ഫയർഫോഴ്സിന്റെ എഴുതിയിരുന്ന കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2026 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാവരും നോക്കിയിരിക്കുന്ന വേരിയസ് കമ്പനി ബോർഡുകളിലേക്കുള്ള ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെയും അതേപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബെക്കോയുടെ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന മാസം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്, അല്ലെ? ഏറ്റവും അങ്ങോട്ട് പോയിക്കാൻ ജൂലൈ മാസം മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ കാലണ്ടറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏപ്രിൽ മാസമാണ്, ഏപ്രിൽ, മെയ്, ജൂൺ, അല്ലെങ്കിൽ ഈ പറയുന്ന ജൂൺ, ജൂലൈ മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2 മാസത്തെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സമയം നിങ്ങൾക്ക് ലഭിക്കും. 2 മാസം അല്ല 2.5 മാസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സമയം കൂടെ ലഭിക്കും എന്നുള്ളതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതായത് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ഈ പറയുന്ന രീതിയിൽ പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ്, അതിലേക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ്, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ അത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പൊതുവേ കാണുന്ന ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ കൊടുക്കുന്ന ആളുകളിൽ പലരും അറിയാത്ത പക്ഷം അവര് കൺഫർമേഷൻ കൊടുക്കാതെ പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു അബദ്ധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഓക്കെ, നിങ്ങൾ എന്താ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ 10th പ്രിലിംസ് നടക്കാൻ വേണ്ടി ഇരിക്കുന്നത് ജൂലൈ മാസങ്ങളിലായിട്ടാണ്, അല്ലെ? ജൂലൈ മാസങ്ങളിലായിട്ടാണ്. അപ്പൊ അതെന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇനി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പഠനങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരാണ്. ഇനി ഒരു ഗൈഡൻസോട് കൂടി തന്നെ പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റത്തുള്ളൂ. വെറുതെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതല്ല, അല്ലെ? അതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉയർന്ന റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ആദ്യം അഡ്വൈസർ കിട്ടി ജോലിക്ക് കയറുക എന്നുള്ളതുമാണ്.
അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഗൈഡൻസോട് കൂടി തന്നെ പഠിക്കണം. വളരെ ഈ പറയുന്ന രീതിയിൽ വളരെ സ്ട്രക്ചറലായിട്ട് പഠിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ച ആ ഒരു രീതി പോലെ വളരെ സ്ട്രക്ചറലായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ എന്ന വ്യക്തിയോടുകൂടി പഠിക്കണമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രയാണം എന്ന ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. VFAക്കും വെബ്കോയ്ക്കും കമ്പനി ബോഡിസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിലേക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതോടെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും, അതേ ഡിസ്കഷൻസ് കാണും. ഓക്കെ, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഡെയിലി കറണ്ട് അഫയേഴ്സും വീക്കിലി പറയുന്ന മന്ത്ലി കറണ്ട് അഫയേഴ്സ് സെക്ഷൻസും അതേപോലെ തന്നെ ഈ പറയുന്ന ഈ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുകളോട് ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്മൾ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടായ പരീക്ഷകളുടെ കൺഫർമേഷൻ അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് ഈ പറയുന്ന രീതിയിൽ കൺഫർമേഷൻ കൊടുക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്, ഈ പറയുന്ന അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവരുത്. എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കയറി നോക്കുക. ഒരുപാട് സമയം എടുക്കത്തില്ല. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ നോക്കിയ ശേഷം കൺഫർമേഷൻ എന്ത് ചെയ്യുക കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.